ഹലോ യൂട്യൂബ് നമസ്കാരം. ദിസ് ഇസ് നന്ദൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. അന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗു ഗു ഫോർ ഗുളിയൻ. നമ്മൾ ഈ ഗു എന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിലർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് കംപ്ലീറ്റ് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ പലതരം സിനിമകൾ നമ്മൾ എടുക്കാറുണ്ട്. ഈ പലതരം സിനിമയുടെ ഒരു ഘടന എന്ന് പറഞ്ഞാല് എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് ഇത് ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്ന സിനിമയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന സിനിമയുണ്ട്, യുവാക്കൾക്ക്, കോളേജ് സ്റ്റുഡൻസിന് യുവാക്കൾക്കും പറ്റുന്ന സിനിമയുണ്ട്, അതേപോലെ സ്ത്രീ ജനങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമയുണ്ട്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്, കുട്ടികൾക്കുള്ള സിനിമയുണ്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഗൂ എന്ന് പറഞ്ഞ സിനിമ കംപ്ലീറ്റ്ലി ഫോർ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു 5 വയസ്സിന് മുകളിലുള്ള ഒരു 10 വയസ്സ് 12 വയസ്സ് ആ രീതിയിലൊക്കെയുള്ള സിനിമ കാണാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്ന അത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കുട്ടികളെയും കൊണ്ട് നിങ്ങളുടെ പാരന്റ്സുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുമായിട്ട് പോയിട്ട് ഈ വെക്കേഷൻ ടൈമിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു അസൽ സിനിമ തന്നെയാണ് ഗു. സോ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മനു രാധാകൃഷ്ണനാണ് മൂപ്പർ ആദ്യത്തെ പടമാണ്. മൂപ്പർ തന്നെ ഡയറക്ഷൻ ആൻഡ് റിട്ടേൺ ഡയറക്ടഡ് ബൈ മനു രാധാകൃഷ്ണൻ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രഫി നല്ല ഗംഭീരമായിട്ട് പാലക്കാടിന്റെ ഫ്രെയിംസും കാര്യങ്ങളും നല്ല അതിഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റ്സും ഒരു രക്ഷയില്ല. നമ്മളെ ഗുളികം വരുന്ന സമയത്തും പിന്നെ ഈ ഗുളികം വരുന്നതിന് മുമ്പ് കുറച്ച് കളർ ടോണിങ്ങും കാര്യങ്ങളും ഈ സിനിമാറ്റോഗ്രഫി ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിന്റെ ഈ സിനിമാറ്റോഗ്രഫിയുടെ ഒപ്പം തന്നെ ആ ബിജിഎമ്മും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജൊനാഥൻ ബ്രൂസ് മൂപ്പർ ചെയ്തു വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇത്. അത്തരം നല്ല ആ പേടിപ്പെടുന്ന ഗുളിക വരുന്ന സമയത്തും അല്ലെങ്കിൽ പ്രേതം ഹൊറർ സംഭവം സീനുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ കൊടുക്കുന്ന ഒരു ബിജിഎം കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവരുടെ പേരുകൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. വിനയൻ എം ജെ ആണ് എഡിറ്റ്, സിനിമാറ്റോഗ്രഫി ചന്ദ്രകാന്ത്. സോ ഇവരെ പേരുകൾ ഞാൻ എടുത്തു പറയുന്നു. പിന്നെ ഇനി കഥയിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളെ കുട്ടിക്കാലത്തിലും പ്രത്യേകിച്ച് 80s-ലും 90s-ലൊക്കെ കടന്നു വന്നവർക്ക് പ്രത്യേകിച്ച് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മേന്റെ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടിൽ തറവാട്ടിലൊക്കെ വെക്കേഷൻ ടൈമിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എന്താ പറയുക, മുത്തശ്ശിക്കഥകൾ കുറെ കേട്ടിട്ടുണ്ടാവും, യക്ഷിക്കഥകള്, എന്താണ് തെയ്യത്തിന്റെ കഥകള്, ഐതിഹ്യങ്ങള്, ആചാരങ്ങള്, എവിടെ അങ്ങനെ നടന്നു, പണ്ട് ഇങ്ങനെ നടന്നു, നമ്മൾ അവിടേക്ക് പോയിക്കൂടാ, തെക്കേ മുറി വടക്കേ മുറി തെക്കിനി, അങ്ങനെയൊക്കെ ഈ തെയ്യത്തിന്റെ റൂമൊക്കെ ഉണ്ട്. നമ്മളെ പഴയ തറവാട്ടിലൊക്കെ തെയ്യത്തിന്റെ ഈ വാളും പരിചയമൊക്കെ വെച്ച് പൂട്ടുന്ന റൂമൊക്കെ ഉണ്ട്. സോ അതിന്റെ പുറമെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന കഥകളും യക്ഷിക്കഥകളും ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ ഒരുപാട് മുത്തശ്ശിമാരും നമ്മുടെ വല്യമ്മമാരും എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ. സോ ഇത്തരത്തില് ഇങ്ങനെ ഇതിന്റെ കഥ കേൾക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ 2.5 മണിക്കൂർ സിനിമ കാണുന്ന സമയത്ത്. ഇത്തരത്തിലുള്ള കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത്തരത്തിലെ കഥ കേൾക്കുന്ന സമയത്ത് നമ്മളിതൊരു ബാലരമയിലൊക്കെ വരുന്ന ഒരു അമർചിത്ര കഥയൊക്കെ വായിക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് കൂടി നിങ്ങൾ പോയി തിയേറ്ററിലേക്ക് പോയാൽ അവരൊരു കഥ പറഞ്ഞു തരും, ഒരു മുത്തശ്ശിക്കഥ. ഈ മുത്തശ്ശിക്കഥയിൽ എല്ലാം ഉണ്ട്. ഹൊറർ ഉണ്ട്, ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, പ്രേതമുണ്ട്, യക്ഷിയുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ, ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, പഴയ തറവാട്, പിന്നെന്താണ് തെയ്യം, നേരത്തെ പറഞ്ഞ പോലെ ഗുളികം വരുന്നുണ്ട്. സോ ഇത്തരത്തിലൊക്കെ കൂടി വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു പക്ക പാക്കേജ് ആയിരിക്കും. പേടിക്കാനുള്ള സംഭവമുണ്ട്, പേടിപ്പിക്കുന്നതിന് പോലെ എന്തൊരു ആശ്ചര്യം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു അത്ഭുതമായ തിയേറ്ററിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്ന കുറെ സീൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാലക്കാട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ബ്യൂട്ടി കറക്റ്റ് ആയിട്ട് ഒപ്പി എടുത്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ, എനിക്ക് തോന്നുന്നു 1-2 പാട്ടുകൾ നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗുളികന്റെ ഒരു പാട്ടുണ്ട് ഇതിനിടയ്ക്ക്, മറ്റേ പന്തം പാട്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവര് ഫസ്റ്റ് ലോഗോ കൊടുക്കുന്ന ആ സമയത്ത് ലോഗോ ഡിസൈൻ എടുത്തു പറയണം. ബിക്കോസ് ആ ഗൂന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ആയിട്ട് ആ സ്ക്രീനിൽ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ലാലേട്ടന്റെ വോയിസ് വെച്ചിട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. സോ അതും ഒരു ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ് ഇതിൽ. ഈ സിനിമയിലെ അഭിനേതാക്കളിലേക്ക് വരുന്ന സമയത്ത് മാളികപ്പുറം ഫെയിം നമ്മളെ ദേവനന്ദന്റെ ഒപ്പം തന്നെ ചെറിയ കൊച്ചു കലാകാരന്മാര്, പിന്നെ നമ്മുടെ മണിയമ്പിള്ള രാജു, സൈജു കുറുപ്പ് ഒക്കെ ഉണ്ട്. സോ മാളികപ്പുറം നമ്മുടെ ദേവനന്ദന്റെ കൂടെ തന്നെ പറയേണ്ട പേരുകളാണ് ഇതിൽ ഞാൻ പറയുന്നത്. അതായത് അനീന ആൻഷല എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു ഗംഭീര ക്യാരക്ടർ അതിൽ ചെയ്യുന്നുണ്ട്. മൂപ്പര് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. പിന്നെ ആൽവിൻ മുകുന്ദ് ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മൂപ്പര് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത്തരത്തിലുള്ള അവർക്കാണ് കുറച്ചും കൂടി റോള് കൂടുതൽ. പിന്നെ ആദ്യ അമിത, ഞാൻ നമ്മുടെ നേരത്തെ പണ്ടത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യക്കുട്ടിയൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. സോ ഈ കുട്ടികളാണ് മെയിൻ ഫോക്കസ് സിനിമയിൽ കൊടുക്കുന്നത്. സോ അവര് തന്നെ നന്നായിട്ട് ആ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് പറയാം, ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളും മാതാപിതാക്കളും അവരുടെ പാരന്റ്സും കൂട്ടിയാൽ, നിങ്ങളുടെ അച്ഛനും അമ്മയും
വല്യച്ഛനും വല്യമ്മയും എല്ലാവരും കൂടിയിട്ട് സിനിമക്ക് പോയിട്ട് കാണുക. എന്തായാലും എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് പടം. സോ നിങ്ങൾ പോയിട്ട് കാണാം. പിന്നെ കടം കാണാൻ പോകുന്നവരോടും ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്, ആ രീതിയിൽ തന്നെ ഈ സിനിമയെ സമീപിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഭൂത് പറഞ്ഞ കുറച്ചും കൂടി മൗത്ത് പബ്ലിസിറ്റി എല്ലാം കൂടുതൽ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ ഒക്കെ ലേശം കുറവായിരുന്നു. ബട്ട് ഇനിയിപ്പം എന്താണ് മൗത്ത് പബ്ലിസിറ്റിയോടെ കുറച്ചും കൂടി കയറി വരും. കുടുംബ പ്രേക്ഷകർ ഈ സിനിമ കയറി വരും തന്നെയാണ് പ്രതീക്ഷ. സോ എല്ലാവരും പോയി കാണുക, കുട്ടികളോടൊപ്പം കാണുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ അഗൈൻ. സൈനിങ് ഓഫ്.